സീതേ, ഇവര് തന്ന ഈ വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും ഒക്കെ ഭദ്രമാക്കി വെച്ചോ. ഏതേലും കള്ളം വന്നാ തീർന്നു. കള്ളൻ എവിടുന്ന് വരാനായിട്ടത്തി? അതെ, കള്ളന്മാരെ എന്താ നിനക്ക് ഇത്ര പേടി? പിന്നല്ലാതെ മുത്തശ്ശി, ഇവിടെ ഉള്ള എല്ലാവർക്കും ഇങ്ങനെ വെള്ളി സ്വർണ്ണം ഒക്കെ കൊടുത്തിട്ട് പോയാ ഇതൊക്കെ അറിയുന്ന ആരെങ്കിലും വന്ന് കള്ളത്തരം കാണിക്കില്ലെന്ന് എന്താ ഗ്യാരണ്ടി? ഞാൻ എന്തായാലും ഉറങ്ങുന്നില്ല. ഇന്ന് കാവലിരിക്കും. ഇന്ന് ഇതിന് കാവലിരിക്കും ഞാൻ. സിഹി, ഉറങ്ങാൻ നോക്ക്. കള്ളം വന്നാ സീതമ്മേ സീതമ്മേ എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിക്കില്ലേ നീ? ആന്റി, എനിക്കൊരു പേടിയുമില്ല. പേടിയൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. കള്ളം വന്നാ പോലീസിനെ വിളിക്കണം. ഗുഡ് ഗേൾ. കള്ളനൊന്നും വരാൻ പോകുന്നില്ല സീമോളെ. നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. വാ എടുത്തി, ബെഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പാലത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുടിച്ചിട്ട് കിടന്നോളൂ. അയ്യോ, ഒന്ന് പോ സീതേ, എനിക്കിന്ന് ഉറക്കമൊന്നും വരില്ല. സീത, കല്യാണ ദിവസം അടുത്തു വരുവാണ്. ഇനി അധികം സമയമൊന്നുമില്ല. നിന്റെ ഡ്രസ്സും ബാക്കി എല്ലാ സാധനങ്ങളും സൂട്ട് കേസിലെടുത്ത് അടുക്കി വെച്ചോ മോളെ. സത്യം അമ്മേ, ഇനി അധികം ദിവസമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയാ എടുക്കേണ്ടത്, പാക്ക് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. സീത, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കുള്ള സങ്കടം ഇതാ. ഇത്രയും ദിവസം നമ്മൾ ജീവിച്ചു തീർത്ത ജീവിതമൊക്കെ ഒരു പെട്ടിയിലാക്കി ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ ചിലത് മാത്രമേ സൂട്ട് കേസിന് പുറത്തേക്ക് നമ്മൾ എടുക്കൂ. ചിലതൊക്കെ സൂട്ട് കേസിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാനേ കഴിയില്ല മോളെ. അയ്യോ സീതേ, ഞാൻ പറയുന്നത് നീ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകണ്ട. അവര് തന്നെ നിനക്ക് വസ്ത്രവും സാധനങ്ങളും ഒക്കെ തരും. നീ അവിടെ പോയി ഈ പഴയ കോട്ടൺ ചുരിദാറൊക്കെ ഇട്ട് നടക്കുവോ? സീതമ്മ, എനിക്ക് ഉറക്കം വന്നില്ല. ഐഡിയ, ഞാൻ നിന്നെ ഡ്രസ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യട്ടെ? കൊറേ ഡ്രസ് ഉണ്ട് മോളെ. എന്റെയും നിന്റെയും ചേർത്ത് ഞാൻ തന്നെ പാക്ക് ചെയ്തോളാം. എല്ലാം കുറച്ചു കുറച്ചായിട്ട് പാക്ക് ചെയ്യാലോ. അപ്പൊ കല്യാണം ആകുമ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് തീരുമല്ലോ. സീത, എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. സീതമ്മ, ഈ ഡോൾ എങ്ങനെയുണ്ട്? എന്റെ ബർത്ത്ഡേക്ക് മഹി തന്നതാ. കൊള്ളാല്ലേ? സീതമ്മ, നമുക്ക് ഇതുപോലത്തെ ഒരു പാലസിൽ ജീവിക്കാം. One, 2, 3, 8, 9, 10. ഹലോ. ഹാ, പറയൂ റാം. താങ്ക് ഗോഡ്, അവസാനം ഫോൺ എടുത്തല്ലോ. രാവിലെ മുതൽ നിന്റെ ഫോൺ വരാൻ വേണ്ടി കാത്തിരുന്ന് ക്ഷീണിച്ചു ഞാൻ. സോറി, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. രാവിലെ തൊട്ടങ്ങ് ബിസി ആയിരുന്നു. സോറി പറഞ്ഞ ഞാൻ വിടുമെന്ന് വിചാരിച്ചോ നീ? എന്തുമാത്രം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. സോറി പറഞ്ഞ് ക്ഷമിക്കണ്ടേ? നോ വേ, ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിന്നെ ഞാൻ വിടാനേ പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുമെന്നോ? ഈ ശ്രീറാം ദേശായിയോട് ചാലഞ്ചിങ്. ചാലഞ്ച് തന്നെയാ. ഇവിടെ ആർക്കും പേടിയൊന്നുമില്ല. ഓ അതെയോ, ശരിയാവട്ടെ. നീ ഒരു കാര്യം മറന്നു എനിക്ക് തോന്നുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. നിനക്ക് തരാനുള്ള ബാലൻസ് എന്റെ കയ്യിൽ തന്നെയുണ്ട്, അത് ഓർമ്മയുണ്ട്. പക്ഷെ അതെങ്ങനെ വാങ്ങുമെന്ന് എനിക്കൊന്ന് കാണണം. കങ്കണശാസ്ത്രം കഴിഞ്ഞാൽ പിന്നെ പരസ്പരം രണ്ടാൾക്കും കാണാൻ കഴിയില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കല്യാണ മണ്ഡപത്തിലായിരിക്കും. എത്ര ഈസി ആയിട്ടാ ഇനി കല്യാണ മണ്ഡപത്തിലെ നമ്മൾ കാണുമെന്നൊക്കെ നീ പറയുന്നത്? അല്ല, നിനക്ക് എന്നെ കാണാതിരിക്കാനൊക്കെ പറ്റുമോ? ഇരിക്കാൻ കഴിയും. നോക്ക് സീത, ഇങ്ങനെയൊന്നും എന്നെ കളിപ്പിക്കാൻ പാടില്ല. സത്യം പറ. സത്യമാ? സീരിയസ്ലി? ഡോണ്ട് യു മിസ് മീ സീത?
ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഇൻവാലിഡ് ക്വസ്റ്റ്യൻ. സീത, ഇൻവാലിഡും അല്ല ഔട്ട് ഓഫ് സിലബസും അല്ല. നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് പറ ആദ്യം. സീത, പ്ലീസ് എന്തെങ്കിലും പറ. ഐ വിൽ മിസ് യു റാം. ഇപ്പോഴെനിക്ക് കുറച്ച് സമാധാനമായത്. ഞാനെന്താ അപ്രതിമയാണെന്ന് കരുതിയോ? എനിക്കും ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെ പിന്നെ എന്റെ ബാലൻസ് ചെയ്ത് തന്നേക്ക്. കണ്ടില്ലേ, എന്തെങ്കിലും പറയണമല്ലോ എന്ന് വെച്ചാ നീ ഇങ്ങനെ എനിക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്, ഞാനൊരു പ്രതിമയല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പൊ ഞാൻ ചോദിച്ചതുപോലെ നിനക്ക് തരാൻ മടിയല്ലേ? വലിയ കള്ളിയാ മോളെ നീ. അപ്പൊ നീ എനിക്ക് തരില്ല? ഉറപ്പാ? ശരി എന്നാ അപ്പൊ നീ ഭയങ്കര പിശുക്കയാണെന്ന് പ്രൂവ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ബൈ. ബാക്കിയുള്ളവരുടെ ബാലൻസ് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ തിരിച്ചു തന്നോളാം. ബൈ 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 ബൈ. സീത, നീ എന്താ പറഞ്ഞേ? ഹലോ, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. കൊള്ളം വന്നു കാണുമോ? ഇവിടെ എല്ലാവർക്കും വെള്ളിയും വസ്ത്രവും സ്വർണ്ണ നാണയമൊക്കെ കൊടുത്തത് അറിഞ്ഞു കാണും. അറിയുന്ന ആരെങ്കിലും വന്ന് കട്ടിട്ട് പോയാലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല. ആ, ഒന്ന് പോയി നോക്കാം. എടുത്തി, നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഇവിടെ കള്ളറൊന്നും വരില്ല. അയ്യോ, ഇന്നിനി ഉറക്കമൊന്നും വരില്ല. എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാ. പോയി ഉറങ്ങി എടുത്തി, പ്ലീസ്. ശരി, നീ പോയി ഉറങ്ങിക്കോ. സീത, ബാക്കി ബാലൻസ് ഞാൻ എങ്ങനെയാ മേടിക്കാൻ പോകുന്ന കാണിച്ചു തരാം കേട്ടോ. ഈ റാമിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നോ? അയ്യോ, ഒരു കള്ളം വന്നു. ഒരു കള്ളം വന്നു മോളെ. കള്ളം വന്നോ? ഇതുവരെ ഞാനൊരു കള്ളനെ നേരിട്ട് കണ്ടിട്ടില്ല. അത് കാണിച്ചു തരുമോ? അവന്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. ഓക്കേ, വാ. നീ പിടിച്ച് രണ്ട് കൊടുക്കണം. വാ, ദാ വരുന്നു. നിക്ക്. എടുത്തി, പുറത്തേക്കൊന്നും പോവല്ലേ. എന്റെ സിഹി, നീയും അത് കേട്ട് തുള്ള നിക്കല്ലേ. സിഹി, അയ്യോ ചേച്ചി, കമല ചേച്ചി തുറക്ക്, കള്ളം കേറി. സുലോചന, എന്തു പറ്റി? ഒരു കള്ളം വന്നു മുത്തശ്ശി. ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് വാ വേഗം. കള്ളനെ നോക്കാനേ.
ശ്രീരാം ദേശായി, റാം. നീയോ? നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? എല്ലാവരും പുറത്തിറങ്ങി ഈ കള്ളനെ അന്വേഷിച്ചോണ്ടിരിക്കോ. എന്തിനാ വന്നേ? നീ അല്ലേ പറഞ്ഞത് ഞാൻ തന്നതിന്റെ ബാക്കിയൊന്നും നീ ഇപ്പൊ തിരിച്ചു തരാൻ പോകുന്നില്ല എന്ന്? അതുകൊണ്ടല്ല ഞാൻ ഇപ്പൊ പാതിരാത്രി ഈ വേഷം കെട്ടി ഇങ്ങോട്ട് വന്നു. നീ അല്ലേ പറഞ്ഞത് മിസ് ചെയ്യുന്നു. യു മിസ് മീ റൈറ്റ്? നീ എന്താ റൗഡിയാ? എന്നെ എന്തിനാ അടിച്ചതിപ്പോ? കള്ളം വന്നെന്ന് പറഞ്ഞ് എല്ലാരും അന്വേഷിച്ചോണ്ടിരിക്കോ. എന്നിട്ട് എന്റെ മുന്നിൽ വന്ന് നിക്ക പെരും കള്ളൻ. രാഗി ചേച്ചി, നിങ്ങൾ അവിടെ നോക്ക്. കുട്ടികളെയൊക്കെ ഒന്ന് നോക്കണേ. നീ പുറത്തേക്ക് പോയാ നീ കള്ളനാണെന്ന് കരുതും. ഭാഗത്തേക്ക് പോ. ഭാഗ്യം, കള്ളൻ എന്തായാലും ഇത് കൊണ്ടുപോയില്ല. അവരൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഇത് ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. ഇത് എവിടെ വെക്കും? എല്ലാരും റെഡിയാണോ? എന്നാ നമുക്ക് എല്ലാവർക്കും പോയ കള്ളനെ പിടിക്കാം. ബാ. വേഗം വാ, വേഗം വാ. നീ കുറച്ചു നേരം ഇവിടെ തന്നെ നിൽക്കണേ. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ഇറ്റ്സ് ഓക്കെ. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാട്ടോ. ശ്രദ്ധിക്കണേ. അയ്യോ, അവരൊക്കെ ദേ ഇങ്ങോട്ടാ വരുന്നേ. ഇപ്പൊ എവിടെ വിളിക്കും? താഴേക്ക് പോ. സീതമ്മ, ഇവിടെ ഏതെങ്കിലും കള്ളൻ വന്നോ? ഇങ്ങോട്ടാരും വന്നില്ലല്ലോ മോളെ. ഇന്നാ കള്ളൻ എവിടെയാണെങ്കിലും ഞങ്ങൾ വിടില്ല. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. ഇവിടെ ആരും വന്നിട്ടില്ലെന്നാ തോന്നുന്നേ. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ബാ. സീത, അവര് പോയോ? പോയി. എന്നാ എന്റെ ബാലൻസ് ചെയ്ത. റാം, ഓക്കെ, എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ ആവുമെന്ന്. അതുമല്ല, ഈ കങ്കണശാസ്ത്രം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരസ്പരം കാണാൻ പാടില്ല എന്ന് മേമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പക്ഷെ നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായി കള്ളന്റെ വേഷമൊക്കെ ഇട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റൂ? കുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നീയാ വന്നേന്നറിഞ്ഞ കഥ കഴിഞ്ഞു. ഓ, ഉറക്കെ സംസാരിക്കാൻ പാടില്ലല്ലേ? എന്നാലും ഈ സൈലൻസ് നല്ല രസമുണ്ട്.
ഇപ്പോഴെങ്കിലും എന്റെ ബാക്കി എനിക്ക് തിരിച്ചു തന്നൂടെ? ഓക്കേ സീത, ആക്ച്വലി ദിസ് വാസ് നോട്ട് മൈ ഇന്റൻഷൻ സീത. എന്റെ ബാക്കിയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്തെങ്കിലും ചെയ്ത് തിരിച്ചു വാങ്ങിയിരിക്കും, നീ നോക്കൂ. പക്ഷേ അതിപ്പോഴല്ല, നീ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട്. ഓക്കെ അല്ലേ? താങ്ക് യു റാം. എനി ടൈം. ശരി, നീ ഇറങ്ങിക്കോ. കുട്ടികളൊക്കെ ആ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്, ശ്രദ്ധിക്കണേ കേട്ടോ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. സോറി ഫോർ ദ ട്രബിൾ. ഐ മിസ് യു. I miss you too. Bye. ബൈ ബൈ. Okay, okay, bye, bye, bye. ശ്രദ്ധിക്കണേ, കെയർഫുൾ. Caroline, back on duty. One hug, one kiss. അത് കിട്ടി ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ദേടി കള്ളം പോകണടി. വിടല്ലേ, പിടിച്ചോ. എല്ലാരും ഒന്ന് ഓടി വാ. കൊടുക്കവനിട്ട് വിടല്ലേ, അവന് വിടല്ലേ. എല്ലാരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു, നാശം പിടിക്കാനായിട്ട്. സീതാ മേഡം, സിഹി, സത്യമായിട്ട് കള്ളനുണ്ടായിരുന്നോ? സത്യസീതമ്മ കള്ളം വന്നിരുന്നു. സീത, നിന്റെ ചേച്ചി പറഞ്ഞത് സത്യായി. ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നു, നല്ലത് കൊടുത്തിട്ടാ വിട്ടെ. മുത്തശ്ശ, ഞങ്ങള് കള്ളന് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരി, നേരെ ഒരുപാട് വൈകി. എല്ലാരും പോയി ഉറങ്ങാൻ നോക്ക്. ചെല്ല് ചെല്ല്. ഓ, എന്റെ സാധനങ്ങളൊന്നും ആ കള്ളന്റെ കയ്യിൽ പെട്ടില്ല. നടക്ക്. മുത്തശ്ശ, വാതിലൊക്കെ നന്നായി അടച്ചോ. കണ്ടോ സീതേ, ഞാൻ പറഞ്ഞതല്ലേ കള്ളം വരുമെന്ന്. ഞാനില്ലെങ്കിൽ കാണായിരുന്നു ഇന്ന്. നടക്കങ്ങോട്ട്. സിഹി, വാ ഉറങ്ങാം. അയ്യോ, ഇതാരായിരിക്കും എഴുതിയേ? അപ്പൊ വന്നത് കള്ളനല്ല.
എന്തു പറ്റി മോളെ സീത? ഇതുവരെ ഉറങ്ങിയില്ലേ? അമ്മേ, നിങ്ങൾ പോയി കിടന്നോളൂ, ഞാൻ കിടന്നോളാം. ശരി ശരി മോളെ. ഹായ് സീത. റാം, എല്ലാം ഓക്കെ അല്ലേ? നീ ഇതുവരെ പോയില്ലേ? പുറത്തെല്ലാരും ശരിക്കും കള്ളം വന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. നീ ഇവിടെ സേഫ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാ. ഒരു കുഴപ്പമില്ല, ആദ്യം നീ ഇവിടുന്ന് പോ. ഷോ. ആ, ഓക്കെ ഓക്കെ ബൈ. രാമ, എനിക്ക് നിന്നെ വിശ്വാസാണ്. നീയേ തുണയായിട്ടുള്ളൂ.